ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചുരിദാർ കട്ട് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 290 നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്കിലേക്ക് ഡിസൈൻ ചെയ്യാൻ ഈ ഒരു മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു തുണി നീളത്തിലാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. അതിനെ ഒന്നും കൂടി വീതിയിലേക്ക് ആക്കി ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിടുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 56 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു നൈറ്റി ബിറ്റിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 54 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിലാണ് ഇപ്പോൾ ഞാൻ നിന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ മെഷർമെൻറ്റാണ് ഫസ്റ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിന് വേണ്ട മെഷർമെൻറ്റ് കൂടെ സീം അലവൻസും കൂടി ചേർത്ത് 12 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി ആം ഹോളിന് വേണ്ടി 1.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഈ ഒരു മെഷർമെൻറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗവും വേസ്റ്റിൻ്റെ ഭാഗവും കൊടുക്കണം. 14 ഇഞ്ചിലും 20.5 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തത്. ഇനി ഷേപ്പിൻ്റെ പോർഷനിൽ 11 ഇഞ്ചും വേസ്റ്റിൻ്റെ പോർഷനിൽ 14 ഇഞ്ചുമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗം മുതൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടി നമുക്ക് ഇറക്കം എടുക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തേക്ക് ഒരു 10 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം ഇവിടെ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആം ഹോളുമായിട്ട് കറക്റ്റ് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് താഴത്തെ റൗണ്ട് വരുന്നത് 8.5 ഇഞ്ചാണ്, അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ലീവും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. അപ്പോൾ അതിതുപോലെ റൗണ്ടാക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്കിലേക്കുള്ള ഡിസൈൻ ഞാൻ ഇതുപോലൊരു പേപ്പറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചും ഇറക്കം 6 ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഷേപ്പാണ് നെക്കിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പീസ് എത്ര വിഡ്ത്തിലാണോ മാർക്ക് ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം താഴത്തേക്ക് 14 ഇഞ്ചിലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് ആ ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഈ ഒരു തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയലാണ്. ഇത് ചരിഞ്ഞിട്ട് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഈ നെക്കിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലേസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 ബട്ടണും കൂടി കിട്ടിയിട്ടുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫാൻസി ബട്ടണാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നൈറ്റിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈനുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്